ദൈവത്തിൻ്റെ കരുണ യേശുവിലൂടെ എന്ന വിഷയമാണ് നാം ധ്യാനിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ നമ്മുടെ നിയോഗങ്ങൾ മനസ്സിലോർക്കാം. ദൈവകരുണയുടെ സമ്മാനങ്ങളായ സൗഖ്യവും സമ്പത്തും ഐശ്വര്യവുമെല്ലാം നമുക്ക് യേശു വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു നേർച്ച പോലെ മനസ്സിലിങ്ങനെ നേരുക, ഈ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഈ അനുഗ്രഹങ്ങൾ എനിക്ക് തരണമേ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. വിശുദ്ധ സിസ്റ്റർ ഫൗസ്തീന വഴി നമുക്ക് യേശുവിൽ നിന്ന് ലഭിച്ച കരുണയുടെ ജപമാലയെക്കുറിച്ച് നമുക്കറിയാം. 1931 പോളണ്ടിൽ വെച്ചാണ് അത്ഭുതകരമായ രീതിയിൽ സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് യേശുക്രിസ്തുവിൽ നിന്ന് കരുണയെക്കുറിച്ചുള്ള ഈ ഉൾക്കാഴ്ചയും പഠനവുമെല്ലാം ലഭിക്കുക. അന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേക ചിത്രവും ഒരു ദർശനത്തിലൂടെ സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് ലഭിച്ചു. കരുണയുടെ ഈശോയുടെ ചിത്രമെന്നാണ് അത് അറിയപ്പെടുക. യേശുവിൻ്റെ ഹൃദയത്തിലെ മുറിവിൽ നിന്ന് 2 തരം രശ്മികൾ ഇങ്ങനെ താഴേക്ക് ഒഴുകുന്നതായി, പ്രസരിക്കുന്നതായി ആ ചിത്രത്തിൽ കാണാനായിട്ട് പറ്റും. ഒരു വശത്ത് ചമന്ന രശ്മികളും മറ്റൊരു വശത്ത് വെളുത്ത രശ്മികളും. വെളുത്ത രശ്മി ജലത്തെയാണ് സൂചിപ്പിക്കുക. ജലം നമ്മെ വിശുദ്ധീകരിക്കുന്നു. മാമോദീസായിലൂടെ നമുക്ക് കിട്ടുന്ന വിശുദ്ധിയെക്കുറിച്ച് അത് പറയുന്നു. രക്തം യേശുക്രിസ്തുവിൻ്റെ ബലിയെ സൂചിപ്പിക്കുന്നു, രക്ഷയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ശുദ്ധീകരിച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ് ആ ചിത്രം പറയുക. യേശുക്രിസ്തുവിലൂടെ നമുക്കത് ലഭിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും നാം യേശുക്രിസ്തുവിൻ്റെ മരണ രംഗവുമായി ബന്ധപ്പെടുത്തി ബൈബിളിൽ വായിക്കുന്നുണ്ട്. ആ കാര്യം തന്നെയാണ് ഈ 2 തരം രശ്മികളും, ചമന്ന രശ്മിയും വെളുത്ത രശ്മിയും സൂചിപ്പിക്കുക, യേശുക്രിസ്തുവിൻ്റെ കരുണ. ഈ ജപമാലയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ പ്രതി പിതാവേ, എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ പ്രതി എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന. നിത്യപിതാവേ, യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഞാൻ സമർപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയ തിരുരക്തമേ, തിരുവെള്ളമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇതൊക്കെയാണ് ആ ചിത്രവുമായി ബന്ധപ്പെട്ട് ഫൗസ്തീനയ്ക്ക് കിട്ടിയ ചില വെളിപ്പെടുത്തലുകളും പ്രാർത്ഥനകളും. ഇന്ന് ധാരാളം ആളുകൾ ഈ പ്രാർത്ഥന ചെല്ലുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ പ്രാർത്ഥന സഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥന പോലെ, അല്ലെങ്കിൽ ബൈബിൾ മുഴുവൻ ഉൾച്ചേർന്നിട്ടുള്ള കരുണയുടെ സന്ദേശം ഈ പ്രാർത്ഥനയിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കരുണയുടെ ജപമാലയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നെല്ലാം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മുതലാണിത് കത്തോലിക്ക സഭയിൽ അറിയപ്പെടുന്ന ഒരു പ്രാർത്ഥനയായി മാറിയത്. കർത്താവായ യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി പിതാവായ ദൈവമേ, എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണം. ബൈബിളിലും ഇതേ പ്രാർത്ഥനകളൊക്കെ നാം വായിക്കുന്നുണ്ട്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ദൈവപുത്രനായ യേശുവെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. ബൈബിളിൽ ചില ആളുകൾ വന്ന അന്ധന്മാരും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനായി പോയ ചുങ്കക്കാരനുമെല്ലാം ഇതേ വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ചുവെന്ന് യേശു പറയുന്നുണ്ട്. അന്ധൻ്റെ പ്രാർത്ഥന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരുണ എന്ന വാക്ക് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. പഴയ നിയമത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള സംവാദങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് നീതി എന്നുള്ള വാക്കാണ്. ദൈവം നീതിമാനാണ്. അതുകൊണ്ട് ഓരോ തെറ്റിനും നീതിക്ക് അർഹിക്കുന്ന ശിക്ഷ തരുന്ന ദൈവം, നീതിമാനായ ദൈവം. പഴയ നിയമത്തിൽ നാം ഇങ്ങനെ നീതിപൂർവം പെരുമാറുന്നൊരു ദൈവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ക്ഷമയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നീതിയുടെ കാര്യമാണ് പറയുക. നിൻ്റെ ഒരു പല്ല് ഒരാൾ തല്ലി തകർത്ത് കഴിഞ്ഞാൽ നിനക്ക് അയാളുടെ ഒരു പല്ല് തല്ലി തകർക്കാം. നിൻ്റെ ഒരു കണ്ണ് ഒരാൾ അടിച്ചു തകർത്ത് കഴിഞ്ഞാൽ നിനക്ക് അയാളുടെ ഒരു കണ്ണ് അടിച്ചു തകർക്കാം. ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ നാം വായിക്കുന്നതെന്ന് യേശുക്രിസ്തു പറയുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു, അങ്ങനെയല്ല,
നിങ്ങളോട് അങ്ങനെയൊക്കെയാണ് ഒരാൾ പെരുമാറുന്നതെങ്കിലും നിങ്ങൾ അയാളോട് കരുണ കാണിക്കണം, നിങ്ങൾ അയാളോട് സ്നേഹം കാണിക്കണം, അയാളോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ നീതിയുടെ ഒരു പ്രമാണമല്ല പാലിക്കേണ്ടത്, കരുണയുടെ ഒരു ജീവിത രീതിയാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ യേശുക്രിസ്തു നീതിക്ക് പകരമായിട്ട്, നീതി വളരെ പ്രധാനപ്പെട്ടതാണ്, നീതി തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കോടതിയിലൊക്കെ ഉപയോഗിക്കുന്നത് നീതിയാണ്. നീതി തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ യേശുക്രിസ്തു അതിനും അപ്പുറമായിട്ടൊരു കാര്യം പറഞ്ഞു തരികയാണ്. അത് ക്രിസ്ത്യാനികൾക്ക്, ഹൃദയ ചൈതന്യമുള്ള ആളുകൾക്ക്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള ആളുകൾക്ക് വിവേകപൂർവ്വം പാലിക്കാനായി പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് കരുണയെക്കുറിച്ച് യേശുക്രിസ്തു പറഞ്ഞു തരിക. പാപമോചനവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോഴും പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട തത്വം നീതിയാണ്. നിൻ്റെ പാപത്തിന് നീ പരിഹാരം ചെയ്യണം, നീ നിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യണം. എത്രമാത്രം പാപമാണ് ചെയ്തത് അതനുസരിച്ചുള്ള പരിഹാരവും ഉപവാസവും ത്യാഗവും ഒക്കെ വേണം. ഒരു വ്യക്തിയുടെ പാപത്തിന് അയാൾ തന്നെ നീതിപൂർവ്വം പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് പഴയ നിയമത്തിൽ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മാർഗം. അത് വ്യക്തിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നിയമം വളരെ വ്യക്തതയിൽ പറയുന്നുണ്ട്, ഇന്ന പാപത്തിനല്ല ഇന്ന ശിക്ഷകളാണുള്ളത്. ഇനി ആ ശിക്ഷ നിനക്ക് സ്വയം പറ്റുന്നില്ല എങ്കിൽ നീ അതിന് പകരമായിട്ട് അതേ വിലയുള്ള ആടിനെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വസ്തുക്കളോ ഒക്കെ വാങ്ങിച്ച് പള്ളിയിൽ ബലിയർപ്പിക്കണം. അങ്ങനെ നിനക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിൻ്റെ പണം കൊണ്ട് നീ അതിന് പരിഹാരം ചെയ്യണം. അത് ബലിയർപ്പണമായിട്ടാകാം, ദാനധർമ്മമായിട്ടാകാം. ഇങ്ങനെ നീതിയുമായി ബന്ധപ്പെട്ടാണ് പഴയ നിയമത്തിൽ പാപക്ഷമയെക്കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, എൻ്റെ അപ്പസ്തോലന്മാർ നിങ്ങളെപ്പോലെ ഉപവസിക്കുന്ന ആൾക്കാരല്ല, അവർക്ക് നിങ്ങളുടെ ഉപവാസവും അവരുടെ ഉപവാസവുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പറയുന്ന രക്ഷയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഫരിസേയരായി നിങ്ങൾ പറയുന്ന രക്ഷ നിങ്ങളുടെ തന്നെ സ്വന്തം അധ്വാനവും ഉപവാസവും വഴിയുള്ള രക്ഷയെക്കുറിച്ചാണ്. എൻ്റെ അപ്പസ്തോലന്മാർ അങ്ങനെ ഒരു രക്ഷയിൽ വിശ്വസിക്കുന്നില്ല. അവർ വിശ്വസിക്കുന്നത് എൻ്റെ കുരിശുമരണം വഴിയുള്ള രക്ഷയിലാണ്. അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ പോലെയുള്ള ഉപവസിച്ച് പാവപ്രതി നേടേണ്ട ആവശ്യമില്ല. അവർ ഉപവസിക്കും, ഞാൻ എടുക്കപ്പെടുമ്പോൾ അവർ ഉപവസിക്കും, ഞാൻ അവരിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ ഉപവസിക്കും. അത് ഉപവസിക്കാൻ കാരണം അവർക്ക് അവരെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയാണ്, അവരുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയും ആത്മസംയമനം പാലിക്കാൻ വേണ്ടിയും വിശുദ്ധിയിൽ വളരാൻ വേണ്ടിയാണ്. അവർ പാവപ്രതിക്ക് വേണ്ടി അവർ ഉപവസിക്കുന്നില്ല എന്ന് യേശുക്രിസ്തു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിൽ പിന്നെ എങ്ങനെയാണ് രക്ഷ ഒരാൾക്ക് കിട്ടുക? പുതിയ നിയമത്തിൽ രക്ഷ ഒരാൾക്ക് കിട്ടുന്നത് പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയ കരുണ വഴിയാണ്. നമ്മുടെ പാപങ്ങളെല്ലാം യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് അതിനെല്ലാം യേശുക്രിസ്തു പരിഹാരം ചെയ്തു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി വഴി നമുക്ക് രക്ഷ കിട്ടുന്നു. നാം അല്ല പരിഹാരം ചെയ്യുന്നത്, നാം വിശ്വാസം വഴി യേശുക്രിസ്തുവിൻ്റെ പരിഹാര പ്രവൃത്തിയിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കരുണ എന്ന് വിളിക്കുക. ഞാൻ ചെയ്യേണ്ട പരിഹാരമെല്ലാം ഞാൻ തന്നെ ചെയ്യാതെ അതിന് പകരമായിട്ട് യേശുക്രിസ്തു അതിന് പകരം എല്ലാം ചെയ്യുകയാണ്. എനിക്ക് പകരമായിട്ട് ഒരാൾ ആ തെറ്റെല്ലാം ഏറ്റെടുത്തിട്ട് ബലിവസ്തുവായി മാറി തൻ്റെ ജീവൻ തന്നെ ബലിയായി സമർപ്പിച്ച് എനിക്ക് സൗജന്യമായ രക്ഷ നൽകുകയാണ്. ഞാനിനി വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുകയാണ്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 2:8 സൗജന്യദാനമാണ്. സൗജന്യദാനമായതുകൊണ്ടാണ് അതിനെ കരുണ എന്ന് വിളിക്കുക. ഞാൻ അധ്വാനിച്ച് നേടുന്നതിനെ എനിക്ക് കരുണയെന്ന് വിളിക്കാനായി പറ്റുകയില്ല. എനിക്ക് അവകാശപ്പെട്ടതാണത്. യഹൂദ മതമനുസരിച്ച് രക്ഷ അവർക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ ദിവസം ഇത്ര പ്രാവശ്യം ഉപവസിച്ചു, ഞാൻ ഇന്ന ദാനധർമ്മം ചെയ്തു, ഞാൻ ഇത്ര നല്ല കാര്യങ്ങൾ ചെയ്തു. രക്ഷ എനിക്ക് എൻ്റെ പ്രവൃത്തി വഴി അവകാശപ്പെട്ടതാണ്, അതെനിക്ക് നീതിയാണ് എന്നാണ് യഹൂദന്മാരുടെ ഫരിസേയ പ്രാർത്ഥനയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട ആശയം. എന്നാൽ യേശുക്രിസ്തു ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു, ദൈവമേ എൻ്റെ മേൽ കരുണയാകണമേ. അപ്പോൾ അയാൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണ് നടത്തിയിരിക്കുന്നത്. ഒരു പ്രത്യേക കാലഘട്ടം വരും, ആളുകൾക്ക് കരുണയാൽ രക്ഷ പ്രാപിക്കാനായി പറ്റും. ഫൗസ്തീനായിലൂടെ വെളിപ്പെടുത്തി കിട്ടിയ വലിയൊരു സന്ദേശവും അതുതന്നെയാണ്. ഫൗസ്തീനായിലൂടെ, വിശുദ്ധ ഫൗസ്തീനായിലൂടെ യേശുക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ചുള്ള വ്യക്തതയുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുകയാണ്. ഈ കരുണയിൽ നാം വിശ്വസിക്കണം. യേശുക്രിസ്തുവിൽ നമുക്കുള്ള പാപക്ഷമ കരുണയുടെ പാപക്ഷമയാണ്.
പഴയ നിയമം അനുസരിച്ച് ഓരോ വ്യക്തി അയാളുടെ പാപത്തിന് പരിഹാരം ചെയ്യണം. ഇനി അയാൾ പരിഹാരം ചെയ്യാതെയാണ് മരിച്ചതെങ്കിലും അയാളുടെ പിന്തുടർച്ചക്കാർ മക്കൾ അതിന് പരിഹാരം ചെയ്യണം. അതാണ് പഴയ നിയമത്തിലെ രീതി. ഇനി ആ മക്കൾ പരിഹാരം ചെയ്തില്ല, അടുത്ത തലമുറയിലെ മക്കൾ പരിഹാരം ചെയ്യണം. ഇങ്ങനെ തലമുറകളിലേക്ക് നീളുന്ന ഒരു വ്യക്തിയുടെ പാവപരിഹാരത്തെക്കുറിച്ചും പഴയ നിയമം പറയുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, പുതിയ നിയമം പറയുകയാണ്, യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റോമ 8:1 നാം വായിക്കുകയാണ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ കരുണയുടെ രക്ഷ ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിൽ മനുഷ്യൻ്റെ പ്രവൃത്തി വഴിയുള്ള ശുദ്ധിയെക്കുറിച്ചാണ് പറയുക. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ശുദ്ധി ചെയ്യാനുള്ള മാർഗം, രക്ഷപ്പെടാനുള്ള മാർഗം മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. മരിച്ചവരാണെങ്കിൽ മക്കളുടെ പ്രവൃത്തി വഴി അപ്പൻ രക്ഷ പ്രാപിക്കുന്നു. ഇതാണ് പഴയ നിയമം പറയുക. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് അങ്ങനെയല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് മാത്രമേ നമ്മെ രക്ഷിക്കാനായി പറ്റുകയുള്ളൂ. നമ്മുടെ പ്രവൃത്തിയൊക്കെ അതിന് നന്ദിയായിട്ടും നമ്മൾ പാപത്തിലേക്ക് പോകാതിരിക്കാനുള്ള നമ്മളെ തന്നെ പരിശീലിപ്പിക്കുന്നതായിട്ടാണ് നമ്മുടെ ഉപവാസവും പ്രവൃത്തിയൊക്കെ പുതിയ നിയമം കണക്കാക്കുക. മരിച്ചവർക്ക് പോലും ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് രക്ഷ പുതിയ നിയമത്തിൽ വരിക. അതുകൊണ്ടാണ് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് പറയുകയും വരാനിരിക്കുന്ന ലോകത്തിൽ പോലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. നിരാശയുടെ പാപം ദൈവത്തിന് പോലും യേശുക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയല്ല, അത് പിശാചിൻ്റെ പ്രവൃത്തിയാണെന്ന് പറയുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന ലോകത്തിൽ പോലും രക്ഷപ്പെടാൻ പറ്റുക. അപ്പോൾ വരാനിരിക്കുന്ന ലോകത്തും ഒരു ദൈവത്തിൻ്റെ കരുണയുടെ ഒരു സ്ഥലമുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ദൈവത്തിൻ്റെ കരുണയുടെ സ്ഥലമായിട്ടാണ് കാണുക. അപ്പൻ്റെ പാപത്തിന് മകനല്ല അവിടെ പരിഹാരം ചെയ്യുന്നത്. മകൻ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പന് വേണ്ടി ദേവാലയത്തിൽ ബലിയിൽ പങ്കെടുത്തും ബലിയർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റും. പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തോടുള്ള സ്നേഹമാണ് പ്രാർത്ഥന, മനുഷ്യരോടുള്ള സ്നേഹമാണ് പ്രാർത്ഥന. എന്നാൽ രക്ഷ കിട്ടുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തി വഴിയാണ്. അതുകൊണ്ടാണ് രക്ഷയെ കരുണ എന്ന് പുതിയ നിയമം വിശേഷിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിലും 16-ാം അധ്യായം 16-ാം വാക്യത്തിലും നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. അപ്പോൾ യോഹന്നാൻ വരെ ഉണ്ടായിരുന്ന നിയമം, പ്രവാചകന്മാർ, പഞ്ചഗ്രന്ഥികളും പ്രവാചകന്മാരുടെ ഗ്രന്ഥികളും, മോശ എഴുതിയതും പ്രവാചകന്മാർ എഴുതിയതും, അങ്ങനെ കുറേ ഗ്രന്ഥങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അവിടെ രക്ഷയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് നീതിയിലൂടെയുള്ള രക്ഷ, മനുഷ്യൻ്റെ പ്രയത്നത്തിലൂടെയുള്ള രക്ഷ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം മുതൽ കരുണയുടെ രക്ഷ പ്രഖ്യാപിക്കപ്പെട്ടു. മനുഷ്യൻ്റെ അധ്വാനം വഴി ആർക്കും രക്ഷപ്പെടാൻ പറ്റുകയില്ല. അങ്ങനെയാണ് പിന്നെ ദൈവമായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ ഒരു രക്ഷ സങ്കല്പം, രക്ഷാ പഠനം യേശുക്രിസ്തുവിലൂടെ ആരംഭിക്കുകയാണ്. ആ രക്ഷയെ ബൈബിളിൽ വിളിക്കുന്ന പേരാണ് കരുണയിലൂടെയുള്ള രക്ഷ. പിതാവായ ദൈവത്തിൻ്റെ രക്ഷ യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാകുന്ന കരുണയിലൂടെ നാം അനുഭവിക്കുകയാണ്. ഹെബ്രായർ 1:1 ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. പണ്ട് പ്രവാചകന്മാർ വഴി ദൈവം സംസാരിച്ചു. അത് നീതിയുടെ സുവിശേഷമാണ് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത്. പ്രവാചകന്മാരെല്ലാം തന്നെ നിങ്ങൾ തെറ്റ് ചെയ്തു, പരിഹാരം ചെയ്യണം, അവർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചാണ് പ്രവാചകന്മാരെല്ലാവരും തന്നെ സംസാരിച്ചത്. എന്നാൽ ഈ അവസാന നാളുകളിൽ യേശുക്രിസ്തുവിലൂടെ നമുക്കൊരു പുതിയ സുവിശേഷം കിട്ടി. ഹെബ്രായർ 1:1 പറയുകയാണ്, അത് ആണ് കരുണയുടെ സുവിശേഷം. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളുടെ എല്ലാം അവസാന നാളുകളെന്നാണ് അതിനെ വിശേഷിപ്പിക്കുക. ദൈവം ഏറ്റവും നല്ലത് നമുക്ക് യേശുക്രിസ്തുവിലൂടെ രക്ഷയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല അറിവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയെന്ന് നാം വായിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 3:9 യോഹന്നാൻ്റെ ഒരു പ്രസംഗം നാം കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാനും യേശുക്രിസ്തുവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രസംഗത്തിൽ യോഹന്നാൻ തീർച്ചയായും ഒരു പാലമാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു പാലമാണ്. യേശുക്രിസ്തുവിന് വഴിയൊരുക്കാനായി വന്നവനാണ്, ഞാനല്ല മിശിഹ എന്ന് യോഹന്നാൻ പറയുന്നുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ രക്ഷാസങ്കല്പവും യേശുവിൻ്റെ രക്ഷാസങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ പറയുന്നുണ്ട് ലൂക്കാ 3:9 വൃക്ഷത്തിൻ്റെ കടക്കിൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു, ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അപ്പോൾ ഫലം തരുന്നില്ല എങ്കിൽ പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗമൊന്നുമില്ല. വൃക്ഷമെന്ന് പറയുന്നത് മനുഷ്യനെക്കുറിച്ചാണ്. ഫലം തരുന്ന വൃക്ഷമുണ്ട്, ഫലം തരാത്ത വൃക്ഷമുണ്ട്. ഫലം തരാത്ത വൃക്ഷമാണെങ്കിൽ വെട്ടി തീയിലെറിയപ്പെടും. ഒന്നില്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ നശിക്കാൻ തയ്യാറായിക്കൊള്ളുക. അല്ലാണ്ട് വേറെ ഇതിനിടയ്ക്ക് കരുണയുടെ ഒരു മാർഗമൊന്നുമില്ല. നീ തന്നെ
നിൻ്റെ പ്രവൃത്തി തിരുത്തുക എന്നല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ആ രീതിയിലാണ് അവിടെ പറയുക. നീതിയെക്കുറിച്ചാണ് അവിടെ പറയുക. തീർച്ചയായും ക്രിസ്തുമതം നീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്, അല്ലെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റുകയില്ല. പക്ഷേ നീതി അതിശയിക്കുന്ന കരുണ ആണ് രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കവിടെ വായിക്കാനായി പറ്റുക. യേശുക്രിസ്തു അതുകൊണ്ടാണ് പറഞ്ഞത്, 3 വർഷമായിട്ടും ഫലം അന്വേഷിച്ച് വന്നിട്ട് ഫലം കാണാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒരാൾ അയാളുടെ മുന്തിരിത്തോട്ടത്തിൽ വളരെ താല്പര്യപൂർവ്വം ഒരു അത്തിമരം നട്ടുപിടിപ്പിക്കുകയാണ്. എന്തിനാണ് അയാൾ മുന്തിരിത്തോട്ടത്തിൽ അത്തിമരം നട്ടുപിടിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അതിന് ഉത്തരവൊന്നും പറയുന്നില്ല. ഒരുപക്ഷെ ചില മുന്തിരിച്ചെടികൾ ഫലം പുറപ്പെടുത്താത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ അയാൾക്ക് പ്രത്യേകിച്ച് അത്തിമരത്തോട് പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടാകാം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, പ്രത്യേകമായൊരു താല്പര്യം അയാൾക്ക് അത്തിമരത്തോടുണ്ടായിരുന്നു. ബൈബിൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ്, ഓരോ വ്യക്തിയോടും ദൈവത്തിന് പ്രത്യേകമായ താല്പര്യവും സ്നേഹമുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമായ സ്നേഹമാണ് എന്ന് ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. ഈ അത്തിമരം നമ്മുടെ സ്ഥാനത്ത് തന്നെയാണ്. ഈ അത്തിമരം ഫലം നൽകേണ്ട 1-ാമത്തെ വർഷമായി അത് ഫലം നൽകിയില്ല. കാരണം അത് പ്രായപൂർത്തിയായ ഒരു അത്തിമരമാണ്. അത് ഫലം തരേണ്ട 2-ാമത്തെ വർഷമായി 2-ാമത്തെ വർഷവും അത് ഫലം നൽകിയില്ല. 3-ാമത്തെ വർഷവും അത് ഫലം നൽകിയില്ല. സാധാരണഗതിയിൽ ഇത്രയേറെ ആരും കാത്തിരിക്കാറില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞ ഉപമയിൽ കൃഷിക്കാരൻ വന്ന് ഉടമസ്ഥനോട് പറയുകയാണ്, ഞാൻ ഒരിക്കൽ കൂടി അതിൻ്റെ ചുവട് കിളച്ച് വളമിടാൻ ഒരുപക്ഷെ വേണ്ടതുപോലെ അതിനെ ശുശ്രൂഷിച്ചിട്ടുണ്ടാകുകയില്ല. അതുകൊണ്ട് അത് 1 വർഷം കൂടി നിൽക്കട്ടെ, അതിനുശേഷം വെട്ടിക്കളഞ്ഞാൽ മതി. യോഹന്നാൻ്റെ പ്രസംഗവും യേശുവിൻ്റെ പ്രസംഗവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. യോഹന്നാൻ്റെ പ്രസംഗം അനുസരിച്ച് വൃക്ഷത്തിൻ്റെ കടയ്ക്കൽ കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന് പ്രത്യേക അവസരം കൊടുക്കുന്ന സാധ്യതകളൊന്നുമില്ല. യേശുക്രിസ്തു പറയുകയാണ്, ഇനിയും അവസരം കൊടുക്കണം. 3 കൊല്ലമായിട്ട് ഫലം നൽകേണ്ട 3 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഫലം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇനിയും 1 കൊല്ലവും കൂടി കൊടുക്കണം. മാത്രമല്ല അതിനെ കുറച്ചും കൂടിയൊക്കെ ശുശ്രൂഷിക്കണം, കുറച്ചും കൂടിയൊക്കെ ശ്രദ്ധിക്കണം. ആ മരത്തിന് കുറച്ചും കൂടി അവസരം കൊടുക്കണമെന്ന് യേശുക്രിസ്തു പറയുകയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ആണ് പുതിയ നിയമം പറയുന്നത്. കരുണയിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് നമുക്കവിടെ വായിക്കാനായിട്ട് പറ്റുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത്തിമരത്തിൻ്റെ ഉപമയിലെ കൃഷിക്കാരൻ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ്. തോട്ടത്തിൻ്റെ ഉടമ ദൈവമാണ്. നാം ഓരോരുത്തരുമാണ് അത്തിമരം എന്നൊക്കെ നമുക്കറിയാം. അവിടെ കൃഷിക്കാരൻ ഉടമസ്ഥനോട് മാധ്യസ്ഥം വഹിച്ച് ചോദിക്കുന്നത് പോലെ 1 കൊല്ലവും കൂടെ അതിനെ നിർത്തുക എന്ന് പറയുന്നത് പോലെ പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുദിനം മാധ്യസ്ഥം വഹിക്കുന്നുവെന്ന് ഹെബ്രായർ 7:25 5:7 നാം വായിക്കുകയാണ്. പിതാവായ ദൈവത്തോട് യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പേരിൽ ഈ വ്യക്തിയോട് കരുണ കാണിക്കണം. ഈ വ്യക്തി ഇനിയും നന്നാകും. ഇയാൾക്ക് ഇനിയും അവസരം കൊടുക്കണം. ഈ അത്തിമരത്തിൻ്റെ ഉപമയിലൂടെ കരുണയുടെ ഒരു മഹാപാഠം യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 18-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ അബ്രാഹം തൻ്റെ സഹോദരനായ ലോത്തിന് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ച് നാം കേൾക്കുന്നുണ്ട്. അബ്രാഹം ആദ്യമേ തന്നെ 50 പേരുണ്ടെങ്കിൽ ആ പട്ടണം നശിപ്പിക്കും, അവസാനം 10 പേര് വരെ ആക്കി മാറ്റുകയാണ്. തൻ്റെ സഹോദരനും കുടുംബവുമെല്ലാം അത്ഭുതകരമായി അബ്രാഹത്തിൻ്റെ പ്രാർത്ഥന വഴി രക്ഷ പ്രാപിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പ്രത്യേക രീതിയിൽ തൻ്റെ പീഡാസഹനത്തിൻ്റെ പേരിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ വൃക്ഷം അത്തിമരം ഒരു മനുഷ്യനാണ്. മനുഷ്യനെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവമാണ് ആദ്യ വ്യക്തി. വ്യക്തിയുടെ ഒരു പ്രത്യേകതയാണ് ബുദ്ധിയും ബോധവും സ്വാതന്ത്ര്യവുമുണ്ട്. ഫലം പുറപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിവുള്ള അത്തിവൃക്ഷത്തെക്കുറിച്ചാണ് അവിടെ പറയുക. അതൊരു സാധാരണ വൃക്ഷമല്ല, ഒരു മനുഷ്യനാണത്. വീണ്ടും ഒരു അവസരവും കൂടി നമുക്ക് തരികയാണ്, കരുണയുടെ ഒരു അവസരം.
ഫലം പുറപ്പെടുത്താൻ ആയിട്ട് സാധിക്കും, ഫലം പുറപ്പെടുത്താതിരിക്കാനും സാധിക്കും. അതൊരിക്കലും ഫലം നൽകാൻ കഴിയാത്ത ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച്, അങ്ങനെ ഭാരനായിട്ടുള്ള ഫലം നൽകാൻ കഴിവില്ലാത്ത ഒരു അത്തിവൃക്ഷത്തെക്കുറിച്ച് അല്ല ഇവിടെ പറയുക. ഒരു മനുഷ്യ വ്യക്തിയെക്കുറിച്ചാണ് പറയുക. അയാൾക്ക് തീരുമാനിക്കാൻ കഴിവുണ്ട് ഫലം നൽകണമോ വേണ്ടയെന്ന്. 3 കൊല്ലമായിട്ട് അയാൾ മനഃപൂർവ്വം അയാളുടെ അശ്രദ്ധമായ ജീവിതം കൊണ്ട് ഫലം പുറപ്പെടുത്താതിരുന്നു. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഉപമയിൽ അത്തിമരം പറയുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഈ അത്തിമരത്തിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. നാം ഓരോരുത്തരുടെയും ഉടമസ്ഥൻ ദൈവമാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്. സങ്കീർത്തനം 139:16 നാം വായിക്കുന്നു, എനിക്ക് രൂപം നൽകിയത് ദൈവമാണ്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ദൈവമാണ് എന്നെ മെനഞ്ഞെടുത്തത്. ദൈവമാണ് എൻ്റെ സൃഷ്ടാവ്. ദൈവത്തിന് എന്നെക്കുറിച്ച് വളരെ വ്യക്തതയുള്ളൊരു പദ്ധതിയുണ്ട്. നാം ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. എത്രയോ പ്രാവശ്യം ദൈവം എന്നോട് ഇപ്പോൾ ക്ഷമിച്ചിരിക്കുന്നു. 70 പ്രാവശ്യം ക്ഷമിക്കാനായിട്ട് മനുഷ്യനോട് പറഞ്ഞ ദൈവം തീർച്ചയായും നാം ഓരോരുത്തരും നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ എണ്ണിയാൽ തീരാത്ത ക്ഷമയുടെ ചരിത്രത്തിന് മുമ്പിലാണ് നാം നിൽക്കുക. കടൽ തീരത്ത് പോയി നിൽക്കുമ്പോൾ ഒരു അനുഭവം പോലെയാണ് ദൈവത്തിൻ്റെ ക്ഷമ. ഒരു തിര വന്ന് കടൽ തീരത്ത് ഉള്ള അഴുക്കെല്ലാം മാറ്റി അത് കഴിയുമ്പോൾ തന്നെ അടുത്ത തീരത്തേക്ക് അടിച്ചു കയറുകയാണ് അത് കഴുകാനായിട്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ ഓരോ പാവങ്ങളും തൂത്ത് കടലിലേക്ക് കൊണ്ടുപോവുകയാണ്. അതെല്ലാം മറക്കുന്ന ക്ഷമ. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 8-16 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഇത്രയേറെ ശുശ്രൂഷ കിട്ടിയിട്ടും തായ്തണ്ടിനോട് ചേർന്ന് നിന്നിട്ടും ഒരു സഭയുടെ അംഗമായിട്ടും ധാരാളം അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകളോട് പറ്റി നിന്നിട്ടും ഫലം നൽകാത്ത ശാഖകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയേറെ ശുശ്രൂഷകൾ ലഭിച്ചിട്ടും ഫലം കിട്ടാത്ത, യേശുവാകുന്ന തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കാൻ അവസരം കിട്ടിയിട്ടും ഫലം തരാത്ത ശാഖകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ശാഖകൾ മുറിച്ച് മാറ്റപ്പെടും എന്നുള്ളൊരു താക്കീത് നമുക്കവിടെ കേൾക്കാനായിട്ട് പറ്റും. 2 പത്രോസ് 3:9 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ആരും നശിച്ചു പോകരുത് എന്നുള്ളത്. ഓരോ വ്യക്തിയും രക്ഷപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ജെറമിയ 29:11 നാം വായിക്കുന്നുണ്ട്, ദൈവത്തിന് നമ്മെക്കുറിച്ച് ഉള്ള ക്ഷേമത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. എസെക്കിയേൽ 18:32 വായിക്കുന്നുണ്ട്, പാപിയുടെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ ഇത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് മനസ്സിലാക്കുന്നതെന്നും, ഒന്ന് അധ്വാനം വഴിയുള്ള രക്ഷയിലേക്കും മറ്റൊന്ന് കരുണ വഴിയുള്ള രക്ഷയിലേക്കും, ആ കരുണയിലൂടെ രക്ഷ നേടി ചെറിയ പാപങ്ങൾ പോലും ഉപേക്ഷിച്ച് ജീവിക്കുന്ന ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ആത്മനിയന്ത്രണത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ക്രിസ്തുമതം പറയുക. എന്നാൽ ദൈവത്തിൻ്റെ കരുണയെ വെറുതെ തമാശായി കണക്കാക്കരുതെന്ന് കൂടെ ബൈബിൾ പറയുന്നുണ്ട്. 1 വർഷം കൂടി നൽകുക, ഈ കരുണയുടെ മുമ്പിൽ അവർ നിൽക്കട്ടെ, ഫലം നൽകിയില്ലെങ്കിൽ വെട്ടിക്കളയാം. പ്രഭാഷകൻ്റെ പുസ്തകം 5-ാം അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, പാപം ചെയ്തിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കരുത്. ദൈവം എന്നെ ശിക്ഷിക്കുകയില്ല എന്ന് തൻ്റെ ഇടം പറഞ്ഞ് പാപം ചെയ്യരുത്. പശ്ചാത്തപിക്കാനായിട്ട് വൈകരുത്. നാളെ എന്ന് മാറ്റി വയ്ക്കരുത്. ഫലം നൽകിയേക്കാം, അത് ഓരോ വ്യക്തിയും തീരുമാനിക്കുന്നതാണ്. ഫലം നൽകിയില്ല എങ്കിൽ വെട്ടി മാറ്റാമെന്ന് കൃഷിക്കാരൻ തന്നെ ഉടമസ്ഥനോട് പറയുകയാണ്. ദൈവകരുണയുടെ പ്രത്യേകമായ പശ്ചാത്തലത്തിലാണ് നാം ജീവിക്കുക. പുതിയ നിയമം നമുക്ക് ദൈവകരുണയിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു തരുന്നു. അത് സൗജന്യദാനമാണെന്ന് എഫേസോസ് 2:8 നാം വായിക്കുന്നു. പക്ഷേ ഈ സൗജന്യദാനം സ്വീകരിച്ച് ഈ രക്ഷയിൽ പങ്കാളികളാകണോ വേണ്ടയോ തീരുമാനിക്കാനായിട്ട് നമുക്ക് അവകാശമുണ്ട്. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഇപ്പോഴും പലരും കുരിശൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഇനിയും എങ്കിലും ഈ കരുണയുടെ സുവിശേഷത്തിലേക്ക് വരുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ പാപം വഴി, അശ്രദ്ധ വഴി നാശത്തിൻ്റെ വഴിയിലാണ് എന്ന് പൗലോസ് അവർക്ക് താക്കീത് തരുന്നുണ്ട്. നമുക്ക് യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം നൽകിയ ഈ കരുണയുടെ സുവിശേഷം നമ്മുടെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സൗജന്യ രക്ഷയെന്ന് വിശേഷിപ്പിക്കുകയും പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു നമുക്ക് ഈ രക്ഷ നൽകി നമ്മെ നയിക്കുകയും
സന്തോഷവും സൗഖ്യമുള്ളവരായി കാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.